വാർത്തകളിലേക്ക് വിശദമായി. വയനാട് കൽപ്പറ്റയിൽ 7 വയസ്സുകാരിയെ രണ്ടാനച്ഛൻ ചട്ടുകം വെച്ച് പൊള്ളിച്ചു. കുന്നത്തുവീട്ടിൽ വിഷ്ണുവാണ് കുട്ടിയുടെ വലതുകാലിൽ പൊള്ളലേൽപ്പിച്ചത്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, എന്തിനായിരുന്നു ഈ ക്രൂരത? രേണുകൾ സംബന്ധിച്ച് കുട്ടിയുടെ രണ്ടാനച്ഛനായ വിഷ്ണുവിനെ ഇപ്പൊ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ സംബന്ധിച്ച് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കുട്ടി ഇപ്പോൾ അപകടാവസ്ഥയിലും മറ്റുമല്ല. എന്തായാലും കുട്ടിയെ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനിലയിൽ കുഴപ്പങ്ങളില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും വിഷ്ണുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായെന്നത് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചൈൽഡ് ലൈൻ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോവുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മ ഈ സംഭവത്തെക്കുറിച്ച് എന്ത് ആണ് പറയുന്നത്? ഇത് ആദ്യ സംഭവമാണോ അതോ നേരത്തെ മുതൽ തന്നെ പല വിധത്തിലുള്ള ക്രൂരതയ്ക്ക് ഈ കുട്ടി ഇടയാകുന്നുണ്ടോ? പോലീസ് കേസെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ബാലാവകാശ കമ്മീഷന്റേത് ഉൾപ്പെടെയുള്ള ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകുമോ? പോലീസും ഈ കുടുംബവും ഒക്കെ തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. പോലീസ് ഉൾപ്പെടെ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനം, മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായി വിശദമായി ഈ കേസിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് പരിശോധിച്ചാൽ മാത്രമേ ഇവരുടെ അമ്മയെ ഉൾപ്പെടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾക്ക് ശേഷം മാത്രമേ മുൻപ് ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയൂ. അത്തരം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ ഇതിനു മുമ്പും ഇയാൾക്ക് ഇത്തരം ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ആളാണോ, അതിക്രമം കാട്ടുന്ന ആളാണോ, കുട്ടി ഇത്തരത്തിൽ ഇതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ അത്തരം വിശദമായ അന്വേഷണം കൊണ്ട് സാധിക്കുകയുള്ളൂ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.